ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ സഞ്ജു സാംസൺ എന്ത് ചെയ്യണം? മറ്റേതെങ്കിലും താരങ്ങളുടെ പേരിലാണ് ഈ ചോദ്യമെങ്കിൽ നന്നായി കളിച്ചാൽ മതിയെന്നാകും ഉത്തരം. സഞ്ജുവിന്റെ കാര്യത്തിൽ നന്നായി കളിച്ചാൽ ടീമിലെത്തുമെന്ന് ഉറപ്പില്ല. സെഞ്ചുറി അടിച്ചാൽ ടീമിൽ തുടരുമെന്ന് ഉറപ്പില്ല. കളിയിലെ താരമായാലോ ഇമ്പാക്ട് പ്ലെയർ ആയാലോ കൂടുതൽ അവസരം ഉറപ്പില്ല. സഞ്ജുവായി തുടരുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. രണ്ട് ICC ടൂർണമെന്റുകളുണ്ട് അടുത്ത 2 വർഷങ്ങളിൽ. യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകി പുതിയ ടീമിനെ വാർത്തെടുക്കണമെന്ന ഉദ്ദേശത്തിൽ സീനിയർ താരങ്ങൾക്ക് ഒന്നൊന്നായി പുറത്തേക്കുള്ള വഴിയൊരുക്കുകയാണ് ഇന്ത്യൻ സെലക്ടർമാർ. ഏകദിനത്തിൽ മിന്നും റെക്കോർഡുള്ള നായകൻ രോഹിത് ശർമ്മയ്ക്ക് പോലും സ്ഥാനം നഷ്ടമായി. കോഹ്ലിയും രോഹിത്തും ഏകദിന ടീമിൽ തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും സമീപകാല പരമ്പരകളിൽ ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിനാണ് സെലക്ടർമാർ കാത്തിരിക്കുന്നത്. അവസാന അവസരമെന്ന സൂചന നൽകി കഴിഞ്ഞു. 2027 ഏകദിന ലോകകപ്പിൽ രോഹിത്തും കോഹ്ലിയും ഉണ്ടാകില്ലെന്നുറപ്പ്. അടുത്ത വർഷം നടക്കുന്ന 2020 ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ? 2020-ൽ തുടരെ സെഞ്ചുറി നേടി റെക്കോർഡ് ബുക്കിൽ കയറിയ മിന്നും ഫോമിലുള്ള മലയാളി താരത്തിന് അവസരമുണ്ടാകുമോ ഇന്ത്യൻ ടീമിൽ? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2023 ഡിസംബർ 21-നാണ് സഞ്ജു സാംസൺ അവസാനമായി ഏകദിന മത്സരം കളിച്ചത്. സെഞ്ചുറി നേടിയെന്നത് മാത്രമല്ല, കളിയിലെ താരമായി സഞ്ജു. എന്നാൽ പിന്നീട് ഒരിക്കലും ഇന്ത്യൻ ഏകദിന ടീമിന്റെ ജേഴ്സി സഞ്ജുവിന് നൽകിയില്ല. കരിയറിൽ കളിച്ച വെറും 16 ഏകദിന മത്സരങ്ങളിൽ ബാറ്റിംഗിന് അവസരം കിട്ടിയത് 14 മത്സരങ്ങളിൽ. അതിൽ തന്നെ ഒരു സെഞ്ചുറിക്ക് പുറമെ 3 അർദ്ധ സെഞ്ചുറികൾ നേടി സഞ്ജു. സഞ്ജുവിന്റെ 3 ഏകദിന അർദ്ധ സെഞ്ചുറികളിൽ 1 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും 2 എണ്ണം വെസ്റ്റ് ഇൻഡീസിനെതിരെയുമാണ്. 46, 43, 30, 36 എന്നിങ്ങനെ ഭേദപ്പെട്ട പ്രകടനങ്ങൾ വേറെയും. സ്ഥിരമായി അവസരം നൽകാതെ സമ്മർദ്ദങ്ങൾക്കിടെയാണ് സഞ്ജുവിന്റെ ഈ മികച്ച റെക്കോർഡ്. 56.66 ശരാശരിയിൽ 99.6 സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവിന്റെ പ്രകടനം. KL രാഹുലിന്റെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഏകദിന ടീമിൽ 2ാം വിക്കറ്റ് കീപ്പർ ആയെങ്കിലും സഞ്ജുവിന് അവസരം ഉറപ്പാക്കേണ്ടതാണ്. പക്ഷേ മിന്നും ഫോമിൽ നിൽക്കെ സഞ്ജുവിനെ തഴഞ്ഞ് ധ്രുവ് ജുറേലിന് അരങ്ങേറ്റത്തിന് അവസരം ഒരുക്കുകയാണ് സെലക്ടർമാർ. 2020-ൽ കഴിഞ്ഞ വർഷം 3 സെഞ്ചുറി നേടി മിന്നും പ്രകടനം നടത്തിയിട്ടും ഏഷ്യ കപ്പിൽ സഞ്ജുവാണ് 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന് പറയാൻ സെലക്ടർമാർ തയ്യാറായില്ല. ടൂർണമെന്റിൽ 4 മത്സരങ്ങളിൽ മാത്രം ബാറ്റിംഗിന് ഇറങ്ങിയിട്ടും ഇന്ത്യയുടെ റൺവേട്ടക്കാരിൽ 3ാമതെത്താൻ സഞ്ജുവിനായി. ഒരു മത്സരത്തിൽ കളിയിലെ താരമായ സഞ്ജു മറ്റൊരു മത്സരത്തിൽ ടീമിലെ ഇമ്പാക്ട് പ്ലെയർ ആയി. തഴയാനാകാത്തതുകൊണ്ട് മാത്രം ഓസ്ട്രേലിയക്കെതിരെയും സഞ്ജുവിന് 2020 ടീമിൽ സ്ഥാനമുണ്ട്. എന്തുകൊണ്ട് സഞ്ജുവിന് പകരം ധ്രുവ് ജുറേൽ ഏകദിന ടീമിലെത്തിയെന്ന ചോദ്യം പ്രഖ്യാപനം കേട്ട മാധ്യമപ്രവർത്തകർക്കെല്ലാം ഉണ്ടായിരുന്നു. മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിന്റെ മറുപടിയാണ് രസകരം. സഞ്ജു സാംസൺ ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണ്. സഞ്ജു സെഞ്ചുറി നേടിയതും 3ാം നമ്പറിൽ കളിച്ചാണ്. ഇന്ത്യൻ ഏകദിന ടീമിന്റെ ടോപ്പ് ഓർഡർ സ്ലോട്ട് പൂർത്തിയായതിനാൽ മധ്യനിര ബാറ്ററായ ധ്രുവ് ജുറേലിനെ ടീമിലെടുത്തു എന്നാണ് അജിത് അഗാർക്കറിന്റെ മറുപടി. ഇതേ സെലക്ടർമാരാണ് 2020-ൽ സഞ്ജുവിനെ ടോപ്പ് ഓർഡർ സ്ഥാനം ഒഴിവാക്കി മധ്യനിരയിൽ കളിപ്പിക്കുന്നതും. ഓരോ മത്സരവും സഞ്ജുവിന് വെല്ലുവിളിയാണ്. ക്രിക്കറ്റിലെ മോഹൻലാലായി ഏത് വേഷവും ചെയ്യാൻ തയ്യാറാണെന്ന മെന്റാലിറ്റിയാണ് സഞ്ജുവിനെ ഇവിടെ വരെ എത്തിച്ചത്. അത് തുടരട്ടെ. സഞ്ജു ഏറ്റവും മികച്ച ഫോമിലുള്ള കാലത്ത് കൂടുതൽ അവസരം നൽകാതെ മാറ്റി നിർത്തുന്നത് സഞ്ജുവിന്റെ നഷ്ടമാകില്ല, അത് ഇന്ത്യയുടെ നഷ്ടമാകും.